കൊറിയ ദക്ഷിണ കൊറിയയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു. ഇടയ്ക്കിടെ നമ്മുടെ വാർത്തകളിൽ നിറയുന്നൊരു തലക്കെട്ടാണിത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നും. മിസൈൽ പ്രയോഗം മാത്രമല്ല, ശത്രുരാജ്യങ്ങൾക്ക് നേരെ ആണവായുധ ഭീഷണി മുഴക്കുക, സ്വന്തം അമ്മാവനും സഹോദരനുമടക്കം അനിഷ്ടം തോന്നുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക, കോവിഡ് ബാധിച്ചവരെ വെടിവെച്ചു കൊല്ലുക തുടങ്ങി കിം ജോങ് ഉന്നിനെ പറ്റി പുറത്തുവരുന്ന കഥകൾ ഏറെയാണ്. എന്നാൽ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നും തെറ്റെന്നും അറിയുക അസാധ്യം. കാരണം രാജ്യം മുഴുവൻ കിമ്മിന്റെ അധീനതയിലാണ്. അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ യാതൊന്നും ഉത്തര കൊറിയയ്ക്ക് പുറത്തു പോകില്ലെന്ന സാരം. ജനങ്ങൾ എന്തറിയണം, പുറലോകം എന്തറിയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കിം മാത്രമാണ്. ഏകാധിപത്യ രാജ്യമായ ഉത്തര കൊറിയയിൽ കിമ്മിന്റെ കുടുംബവാഴ്ചയാണ് നടക്കുന്നത്. രാജ്യം സ്ഥാപിതമായ 1948 മുതൽ 1994 വരെ കിം ജോങ് ഉന്നിന്റെ മുത്തശ്ശനായ കിം ഇൽ സൂങ് ആയിരുന്നു ഭരണാധികാരി. പിന്നീട് മകൻ കിം ജോങ് ഇല്ലിലേക്കും ചെറുമകൻ കിം ജോങ് ഉന്നിലേക്കും അധികാരമെത്തി. 1982 ജനുവരി 8-ന് കിം ജോങ് ഇല്ലിന്റെയും ഭാര്യയായ കോയോങ് ഹുയിലിന്റെയും 3 മക്കളിൽ രണ്ടാമതായാണ് കിം ജോങ് ഉന്നിന്റെ ജനനം. എന്നാൽ 1984-ലാണ് കിം ജനിച്ചതെന്നും ചില മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ബേണിലായിരുന്നു കിമ്മിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സുരക്ഷാ കാരണങ്ങളാൽ ഒരു ഉത്തര കൊറിയൻ ഡിപ്ലോമാറ്റിന്റെ മകൻ എന്ന ഭാവേനെ ഉൻപാക് എന്ന വ്യാജ പേരിലായിരുന്നു കിം ജോങ് ഉന്നിന്റെ പഠനം. കുട്ടിക്കാലത്ത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന നാണം കുണുങ്ങിയായിരുന്ന ഒരു കുട്ടിയായിരുന്നത്രേ കിം. ഷിക്കാഗോ ബുൾസിന്റെ സുവർണ താരം മൈക്കൽ ജോർദാന്റെ ചിത്രം വരയ്ക്കാൻ കിം മണിക്കൂറുകളോളം ചെലവിട്ടിരുന്നതായും കിമ്മിന്റെ അന്നത്തെ സഹപാഠികൾ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഗെയിമുകളും ജാക്കി ചാന്റെ സിനിമകളും ഇഷ്ടപ്പെട്ടിരുന്ന കിം തന്റെ ഉറ്റ കൂട്ടുകാരനോട് ഒരിക്കൽ മാത്രം താൻ ഉത്തര കൊറിയയിലെ സുപ്രീം ലീഡറുടെ മകനാണ് എന്ന സത്യം തുറന്നു പറഞ്ഞിരുന്നു. 2011-ൽ കിം ജോങ് ഇൽ മരണപ്പെട്ടതോടെയാണ് ഉത്തര കൊറിയയുടെ പരമാധികാരിയായി കിം ജോങ് ഉൻ അധികാരത്തിലേറിയത്. അദ്ദേഹത്തിന്റെ മൂത്ത അർദ്ധ സഹോദരന്മാരായ കിം ജോങ് നാം, കിം ജോങ് ജോൾ എന്നിവരുടെ പേരുകളും അടുത്ത ഭരണാവകാശിയായി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നെങ്കിലും കിം ജോങ് ഉന്നിന് തന്നെ നറുക്ക് വീഴുകയായിരുന്നു. അന്ന് തൊട്ടിന്ന് വരെ ഉത്തര കൊറിയയുടെ സുപ്രീം ലീഡറായി കിം ജോങ് ഉൻ വാഴുകയാണ്. അധികാരത്തിലേറിയതു മുതൽ തന്റെ ഏകാധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് കിം നടത്തിയത്. ആണവ പരീക്ഷണങ്ങളും സൈനിക വിപുലീകരണവുമൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. കിം ഇതുവരെ 4 ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്ര മിസൈൽ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നതിന് കൃത്യമായ കണക്കില്ല. ഹൈഡ്രജൻ ബോംബും അമേരിക്കയിലേക്ക് വരെ തൊടുത്തുവിടാനാവുന്ന ദീർഘദൂര മിസൈലുകളും ഉത്തര കൊറിയ വിജയകരമായി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടുകേൾവി. നിരവധി വിചിത്രമായ നിയമങ്ങളും കിം ഉത്തര കൊറിയയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. തന്റെ പേര് മറ്റാർക്കും ഇടരുതെന്നും ഹെയർ കട്ട് മറ്റാരും പിന്തുടരുതെന്നും കിം ഉത്തരവിട്ടു. രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക്കുകളും നീല ജീൻസുകളും നിരോധിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മേക്കപ്പ്, വസ്ത്രം, നിറങ്ങൾ, ഹെയർ സ്റ്റൈൽ എന്നിവയ്ക്കെല്ലാം ഓരോ നിയമങ്ങളുണ്ട്. ഇത് തെറ്റിക്കുന്നവർ കിമ്മിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകും. പൂർണ്ണമായും സർക്കാർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ് ഉത്തര കൊറിയയിലുള്ളത്. ഇതിലൂടെ കിമ്മിന്റെ വീരകൃത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള പേക്തൂ കൊടുമുടിയിൽ മഞ്ഞുമലകൾക്കിടയിലൂടെ വെള്ളക്കുതിരപ്പുറത്ത് സവാരി നടത്തുന്ന കിമ്മിന്റെ ചിത്രം ഇത്തരത്തിൽ ലോകമെമ്പാടും പ്രചരിച്ച ഒന്നാണ്. ജനങ്ങൾക്കിടയിൽ വീരപരിവേഷം സൃഷ്ടിച്ചെടുക്കുന്നതിനൊപ്പം കിം ജനങ്ങളിൽ ഭയവും നിറച്ചു. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും കിം പരമാവധി ശിക്ഷ നൽകി. അതിനാൽ തന്നെ കിമ്മിനെ എതിർത്ത് ഒരക്ഷരം പോലും പറയാൻ ഉത്തര കൊറിയൻ ജനത ഭയപ്പെട്ടു. തനിക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നു എന്ന് സംശയം തോന്നിയാൽ പോലും അവരെ കൊന്നു തള്ളുകയാണ് കിമ്മിന്റെ പതിവ്. ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളാണ് മിക്കപ്പോഴും കിമ്മിന്റെ ക്രൂര കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിടുക. സോഷ്യലിസ്റ്റ് ഗാനം തെറ്റിച്ചു പാടിയതിന് ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. യോഗത്തിലിരുന്ന് ഉറങ്ങിയതിന് മന്ത്രിയെ വധിച്ചു. അശ്ലീല ചിത്രം നിർമ്മിച്ചുവെന്നാരോപിച്ച് 11 പേരെ പരസ്യമായി വെടിവെച്ചു കൊന്നു. ദക്ഷിണ കൊറിയൻ TV ചാനൽ കണ്ടതിന് 100ഓളം ആളുകളെ തൂക്കിക്കൊന്നു തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ പുറത്തുവന്ന വാർത്തയാണ്. കൂടാതെ സ്വന്തം അമ്മാവൻ ചാങ് സോങ് തേയിയെയും കിം വധിച്ചു. 2013 ഡിസംബറിൽ തനിക്കെതിരെ അട്ടിമറിക്ക് പ്ലാനിട്ടു എന്നാരോപിച്ചായിരുന്നു കിമ്മിന്റെ നടപടി. തേയിയെ നഗ്നനാക്കി വിശന്ന് വലഞ്ഞിരിക്കുന്ന വേട്ടനായികൾക്ക് മുന്നിലിട്ട് കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. 2017-ൽ തന്റെ അർദ്ധ സഹോദരൻ കിം ജോങ് നാമിനെ കോലാലംപൂർ വിമാനത്താവളത്തിൽ വെച്ച് വളരെ വിദഗ്ധമായി വിഷം കൊടുത്തു കൊന്നതും കിം ജോങ് ഉൻ തന്നെയായിരുന്നു എന്നും പറയപ്പെടുന്നു.
ഇങ്ങനെ ക്രൂരതയുടെ പര്യായമെന്നോണം ലോകം കണ്ട കിം 2018 ശേഷമാണ് ഏകാധിപതിയിൽ നിന്ന് രാഷ്ട്രനേതാവിലേക്ക് വളർന്നത്. രാജ്യത്തെ കായിക താരങ്ങളെയും സ്വന്തം അനുജത്തിയെയും കിം ദക്ഷിണ കൊറിയയിൽ നടന്ന വിന്റർ ഒളിമ്പിക്സിന് പറഞ്ഞയച്ചു. പിന്നീട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരുമായൊക്കെ കിം ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഏകാധിപത്യത്തിന്റെയും ക്രൂരതയുടെയും പേരിൽ മാത്രമല്ല, വളരെ വിചിത്രമായ ശീലങ്ങളുടെ പേരിലും കിം പ്രസിദ്ധനാണ്. കിമ്മിന്റെ ചീസിനോടുള്ള കൊതി ഏറെ പ്രശസ്തമാണ്. അളവിലധികം ചീസ് കഴിച്ച് കിം അസുഖബാധിതനായി ആശുപത്രിവാസം അനുഷ്ഠിച്ചതായും റിപ്പോർട്ടുണ്ട്. ഡെൻമാർക്കിൽ നിന്നുള്ള പന്നിയിറച്ചി, ജപ്പാനിൽ നിന്നുള്ള പ്രത്യേക മത്സ്യവിഭവം, ബ്രസീലിയൻ കാപ്പി എന്നിവയൊക്കെ കിമ്മിന്റെ ഇഷ്ടവിഭവങ്ങളാണ്. ഭക്ഷണത്തിന് പുറമെ മദ്യപാനവും പുകവലിയും കിമ്മിനുണ്ടായിരുന്നു. സ്നേക്ക് വൈനിന്റെ വലിയ ആരാധകനായിരുന്നു കിം. കുപ്പിക്കുള്ളിൽ ഒരു മൂർഖൻ പാമ്പുമായി വരുന്ന സ്നേക്ക് വൈൻ സ്ഥിരമായി സേവിച്ചാൽ ലൈംഗിക ശേഷി വർദ്ധിക്കും എന്നൊരു വിശ്വാസവും ഉത്തര കൊറിയക്കാർക്കിടയിലുണ്ട്. റഷ്യൻ വോഡ്ക, ഹെനസി ബ്രാൻഡി, ബ്ലാക്ക് ലേബൽ സ്കോച്ച് വിസ്കി, ഷാംപെയിൻ എന്നിവ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ലഹരി പാനീയങ്ങളിൽ ചിലതാണ്. രാജ്യം കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോഴും കിമ്മിന്റെ ഭക്ഷണത്തിനായി മാത്രം കോടികളാണ് ചെലവിടുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കനത്ത മദ്യപാനവും പുകവലിയും കിമ്മിന്റെ ആരോഗ്യസ്ഥിതി മോശമാക്കിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പിന്നീട് ഉത്തര കൊറിയൻ വാർഷികാഘോഷങ്ങളിൽ കിം പങ്കെടുക്കാതിരുന്നതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറെ അഭ്യൂഹങ്ങളുണ്ടായി. കിമ്മിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായും അദ്ദേഹം മരണപ്പെട്ടതായും ഉൾപ്പെടെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കിം പൂർണ്ണ ആരോഗ്യവാനായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടാണ് ഈ അഭ്യൂഹങ്ങളുടെ തിരികെടുത്തിയത്. യാത്രകൾക്കായി ആഡംബര ട്രെയിൻ ഉപയോഗിക്കുന്നതാണ് കിമ്മിന്റെ രീതി. 20-ലധികം ബോഗികളുള്ള കാക്കി പച്ച നിറത്തിലുള്ള ഈ ട്രെയിനിൽ കിമ്മിന്റെ പരിചാരകരായി സുന്ദരികളായ യുവതികളുമുണ്ടാകും. വ്യക്തിജീവിതത്തിലേക്ക് അധികം മാധ്യമ ശ്രദ്ധ അനുവദിക്കാത്ത ആളാണ് കിം ജോങ് ഉൻ. 2012 ഒരു യുവതിക്കൊപ്പം കിം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ കൊറിയൻ മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്തതിന് പിന്നാലെയാണ് റീസോൾ ജുവുമായി അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞതായി പ്രഖ്യാപിക്കപ്പെട്ടത്. കിമ്മിന് 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയുമടക്കം 3 മക്കളാണുള്ളതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവരുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല. അങ്ങനെയിരിക്കെ 2022 കിം തന്റെ മകളെ ലോകത്തിനു മുന്നിൽ ആദ്യമായി വെളിപ്പെടുത്തി. നവംബറിൽ നടന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാനാണ് കിം ജോങ് ഉൻ മകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം കിമ്മിന് ശേഷം ആരാകും ഉത്തര കൊറിയ ഭരിക്കുക എന്ന കാര്യത്തിൽ തീരുമാനങ്ങളൊന്നുമായിട്ടില്ല. കിമ്മിന്റെ സഹോദരി അടുത്ത പിന്തുടർച്ചക്കാരി എന്ന മട്ടിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നതെങ്കിലും കിമ്മിന്റെ മക്കൾ ആരെങ്കിലും പ്രാപ്തമാകും വരെ മാത്രമാകും സഹോദരി കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നാണ് കരുതപ്പെടുന്നത്.